അപ്പൊ എനിക്ക് 1000 ഉറുപ്പ്യ എടുത്തിട്ട് തമിഴ്നാട്ടിൽ മദ്രസ ഉണ്ടാക്കാൻ കഴിയൂല. എനിക്കൊരു 100 ഉറുപ്പ്യ എടുത്തിട്ട് എനിക്കൊരു മദ്രസ പള്ളി ഉണ്ടാക്കാൻ കഴിയൂല. ഒരു ചാക്ക് സിമന്റ് പോലും 100 ഉറുപ്പ്യ കൊണ്ട് കിട്ടൂല. പക്ഷേ നമ്മളൊരു 10 പേര് ഒരുമിച്ച് കൂടി 100 രൂപ എടുത്താൽ അത് 1000 രൂപയായി. അങ്ങനെ പല ആളുകളും എടുത്ത് ഒരു മദ്രസ ഉണ്ടാക്കി അവിടെ പ്രദേശത്തിലുള്ള ആളുകൾക്ക് ദീനീ കാര്യം പഠിപ്പിക്കുമ്പോൾ നമ്മൾ അതിലേക്കൊരു 100 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ പടച്ച റബ്ബല്ലേ വലിയോന്, നമ്മൾ നാളെ മരിച്ച് ഖബറിൽ കിടക്കുമ്പോ നമുക്കതിന്റെ സവാബ് കിട്ടിക്കൊണ്ടിരിക്കൂലേ? നമ്മുടെയൊക്കെ നാട്ടിലുള്ള മദ്രസകൾ കെട്ടിപ്പടുത്തത് ആരൊക്കെയാണ്? നമ്മുടെ പൂർവികരായ വല്യപ്പന്മാരും വല്യമ്മമാരും. ഓലക്കന്ന് എവിടെയുള്ളത്? ഓലക്കന്ന് 6 അടി മണ്ണിലാണ്. ഈ മദ്രസയിൽ പഠിക്കുന്ന കുട്ടികള് ചൊല്ലുന്ന ഫാത്തിഹകൾ, അവിടെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ, എന്തിനേറെ മദ്രസ വിട്ടുപോകുന്ന സമയത്തിൽ ചൊല്ലുന്ന സ്വലാത്തുകൾ, ഇതിന്റെയൊക്കെ സവാബ് അതുണ്ടാക്കിയ ഇവരൊക്കെ 6 അടി മണ്ണിലാണ്. ഓലൊക്കെ ഖബറിലേക്ക് ഓലും അറിയാതെ എത്തിക്കൊണ്ടിരിക്കല്ലേ? ദീനിന്റെ ദഅവത്ത് പല ഭാഗങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ള വിശാലമായ ഒരു ദൗത്യമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ഈ 100ാം വാർഷികം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. നമ്മൾക്ക് ചെയ്യാൻ കഴിയുന്നത് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകുമാറാവട്ടെ.